ഒക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ടും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഔസേപ്പ് ബച്ചൻ സാറിൻ്റെ കൂടെ ഇങ്ങനെ ഒരു വേദിയിൽ പങ്കിടാൻ പറ്റി എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതാണ്. സാറ് ഞങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞതാണ്, സാറ് ഞങ്ങളെക്കാട്ടും അപ്ഡേറ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും. ഇപ്പം തിയേറ്ററിൽ എത്ര ആൾക്കാർ കയറി അതപ്പം വിളിച്ച് പറഞ്ഞു കൊടുക്കും. പിന്നെ അതേപോലെ എഡിറ്റിങ്ങിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് അത് പറഞ്ഞു കൊടുക്കും. പിന്നെ ആർട്ടിസ്റ്റുകളെ ആണെങ്കിൽ ശരി, നമ്മളെന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഔസേപ്പ് ബച്ചൻ സാർ സത്യം പറഞ്ഞാൽ ഓൾ ഇൻ ഓൾ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് MIT മൂസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയൊരു ബെസ്റ്റ് സെറ്റായിരുന്നു റൂട്ട് നമ്പർ 17. അതിന് പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഡ്യൂസർ സാർ എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല, ആള് ചിരിച്ചു നിൽക്കും. ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ എല്ലാത്തിലും ഇടപെടുന്നു, എല്ലാത്തിനെയും കുറിച്ച് അറിയുന്നു. അല്ലല്ല ഞാൻ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഞാൻ സംസാരിക്കുന്നുണ്ട്, അപ്ഡേറ്റഡ് ആണ്. അപ്പോ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാതിരിക്കാൻ വയ്യ. എല്ലാവരും ഈ പടത്തിൽ അഭിനയിച്ചവരെല്ലാവരും 100% മാർക്കോട് കൂടി പാസ്സായിട്ടുണ്ട്. പക്ഷേ അതിലൊരു എന്താ പറയാ, 110 ഒരു ഹൈയസ്റ്റ് നമ്മൾ പറയില്ലേ ഫസ്റ്റ് റാങ്ക് എന്നൊക്കെ പറയാം. ആദ്യത്തെ പടമാണെന്ന് പറഞ്ഞു ഈ കുട്ടി. പക്ഷെ ആദ്യത്തെ പടമായിട്ടല്ല തോന്നിയത്. ഈ പടം കണ്ടു കഴിഞ്ഞാൽ മിനിമം ഇംഗ്ലീഷ് പടത്തിലൊക്കെ പോയി അഭിനയിച്ചു വന്നിട്ടുള്ള ഒരു ഹീറോയിൻ എന്തൊക്കെ ചെയ്യും. നമ്മൾ ഇംഗ്ലീഷ് പടത്തിൽ ഇത്രയും ബോഡി ലാംഗ്വേജും ഇത്രയും വൈബ്രന്റ് ആയിട്ടുള്ള ആക്ടിങ് ഞാൻ കണ്ടിട്ടുള്ളൂ. ആരായാലും പേടിച്ചു പോകും. കാരണം ഭയങ്കര ധൈര്യമാണ്. താഴത്ത് വീഴാനും ശരി, ബുദ്ധിയില്ലാത്തതുകൊണ്ടാവും. അതെനിക്കറിയില്ല. അപ്പൊ നന്നായിട്ട് അഭിനയിക്കുന്നവരെല്ലാവരും ബുദ്ധിയില്ലാത്തവരാണ്. പേടിക്കാനുള്ള ബുദ്ധി, ധൈര്യമാണ്, അവരുടെ പാഷനാണ്, ഡെഡിക്കേഷനാണ്. അവർ ബേസിക്കലി ഒരു ആർട്ട്, അവരുടെ പ്രൊഫഷൻ ഈ ഡോക്ടറാണെന്ന് പറഞ്ഞ എയർ ഹോസ്റ്റസ് ആണ് എയർ ഇന്ത്യയിൽ അല്ലേ. ശരി, ഓക്കെ. അത് എനിഹാ ഞാൻ പറയുന്നത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അതില് നമ്മൾക്ക് ബാക്കി എല്ലാവർക്കും റോള് ചെയ്യാനുണ്ട്. ഇതിലിപ്പോ ഈ ഹീറോ ആക്കിയില്ലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഹീറോ പകുതിയിൽ വെച്ചിട്ട് നമ്മൾക്ക് നഷ്ടമാകും, മരണപ്പെട്ടു പോകുന്ന ഒരു കഥയാണ്. അതായത് സസ്പെൻസ് ഞാൻ ഇപ്പൊ പറയാൻ പാടില്ല, എന്നാലും നിങ്ങൾ അത് കാണിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഹീറോ എന്ന് പറയുമ്പോൾ ഹീറോ ആണോ, ഫുൾ പിക്ചറിൽ ഇല്ലല്ലോ എന്നൊക്കെ തോന്നിപ്പോവും. അദ്ദേഹം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ അറ്റത്തിരിക്കുന്ന ഈ നമ്മുടെ എല്ലാം മദൻ എന്ന് പറഞ്ഞ അരുവി ഇല്ലേ, അദ്ദേഹം ഇവിടെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അദ്ദേഹം ഇവിടെ വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ പടം മാത്രം അദ്ദേഹം ഒരു ഡയറക്ടറാണ് തമിഴില്. തമിഴ്നാട്ടിൽ പോയിട്ട് മദനെ കുറിച്ച് അന്വേഷിച്ചറിയാം. അദ്ദേഹം അവിടുത്തെ ഒരു പുലിയാണ് സത്യത്തില്. സൂപ്പർ സ്റ്റാറുകളുടെ പദവിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൂ. പക്ഷെ ഒരുപാട് എല്ലാ സൂപ്പർ സ്റ്റാർസിനും എന്താ പറയാ, അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ മദൻ എന്ന് പറയുന്നത് അവർക്കൊക്കെ ഒരു പേടിയാണ്. അത്രയും ത്രില്ലിംഗ് ആയിട്ട്, അത്രയും വൈഭവത്തോട് കൂടിയിട്ട് മനോഹരമായിട്ട് അഭിനയിക്കുന്ന ഒരു മദനാണ്. പക്ഷെ ആ ആക്ടർ ഇന്നിവിടെ കേരളത്തില്, നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും അദ്ദേഹം അവിടെ ഇരിക്കുന്നത് വളരെ പാവത്തിനെ പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ വലിയൊരു ആക്ടറാണ് തമിഴ്നാട്ടിലത്തെ. അദ്ദേഹം ഇവിടെ വന്നതിന്റെ കാരണം ഈ പടം അത്രയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹമാണ് കൂടുതലും പ്രൊഡ്യൂസറുടെ ഡയറക്ടറുടെ ഇത് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സോ അദ്ദേഹത്തിന് കേരളത്തിലേക്ക് വെൽക്കം. യു ക്യാൻ കണ്ടിന്യൂ. നടുവിൽ ഇന്ററപ്റ്റ് ചെയ്യുന്നത് മാത്രം. സാർ ഈ പറഞ്ഞ എൻ്റെ ജീവിതം തന്നെ സഫലമായി, ധന്യമായി. അതെ, താങ്ക് യു സോ മച്ച് സർ. അപ്പം എല്ലാവരും ഈ പടം തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം. എന്താണ് ഇങ്ങനെ പറയുന്നതെന്നുള്ളതിൻ്റെ കാരണം, ഞങ്ങൾ ഇപ്പോൾ തോന്നുന്നു ഒരു 10 തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ 10 തിയേറ്ററിൽ നമുക്ക് വേറെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം അതൊക്കെ തിയേറ്ററിൽ പോയി കണ്ടാലേ വിഷ്വൽ ക്വാളിറ്റി ആണെങ്കിലും സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും എല്ലാം മനസ്സിലാവും. നമ്മൾ ഒരു OTT പ്ലാറ്റ്ഫോമിൽ കാണുമ്പോൾ അതിന് ലിമിറ്റേഷൻസ് വരാറുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ടാണ് എല്ലാവരും മാക്സിമം, അത് ശരിയാ, ആദ്യം തിയേറ്ററിൽ കാണും എന്നിട്ട് നമുക്ക് OTT കാണാം. അപ്പോൾ എല്ലാവരും എന്തായാലും നമ്മുടെ മൂവി മലയാളികൾ, ഈ ചിലർക്ക് ഡൗട്ട് ഉണ്ട് തമിഴല്ലേ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ വരാറുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾക്ക് എനിക്ക് തോന്നുന്നു തമിഴ് കുറച്ചുകൂടെ നല്ലോണം മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അങ്ങനെ
കടുകട്ടിയായിട്ടുള്ള വാക്കുകളൊന്നും ഇതിലില്ല. അപ്പം നോർമലായിട്ട് എല്ലാവർക്കും മനസ്സിലാവും. അപ്പം അതൊന്നും മനസ്സിൽ വെക്കരുത്. പിന്നെ ചിലവർ പറയും ഹൊറർ മൂവിയാണോ എന്ന് ചോദിച്ചിട്ട് ചിലർ പറയുന്നുണ്ട് കുട്ടികളൊന്നും കൂടി വരില്ല എന്നുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു മൈൻഡ് വെച്ചിട്ട് വരരുത്. അതൊരു സൈക്കോ ത്രില്ലർ മൂവിയാണ്. അപ്പം എല്ലാവരും വന്ന് നമ്മുടെ മൂവി കാണാൻ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ക്യാമറയുടെ പുറകിൽ കളിക്കുന്ന അഭ്യാസം വരില്ല, മുന്നിൽ നിന്നാലും എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് എന്ത് പറയണം നോക്കാം. പിന്നെ പറയേണ്ട കാര്യങ്ങൾ തല മുതൽ ഇതുവരെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം പടത്തെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ ടീമിനെ പറ്റി പറയണ്ടേ. അപ്പോൾ ഏതൊരു കലാകാരന്മാരും ഇപ്പം നമ്മളെല്ലാവരും സാറാണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ഞാനെപ്പോഴും പറയും മനസ്സുകൊണ്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ നമുക്ക് ലൊക്കേഷനിൽ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും മനസ്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ ഈ പടവും അതിൻ്റെ മുന്നിൽ ഞങ്ങൾ ചെയ്ത താഴ്ന്നിരവും സെയിം ടീമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എല്ലാവരും നന്നായി എന്ന് പറയുന്നത് എല്ലാവരും ഒരു മനസ്സോടുകൂടി ഒരു ടീമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് എൻ്റെ ഒരു നല്ല റിസൾട്ട് ഉണ്ടായി എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. കാരണം അങ്ങനത്തെ ഒരു ടീമായിരുന്നു. ഓസഫ് സാറാണെങ്കിൽ ഇത്രയും ലെജൻഡായിട്ടുള്ള ഒരാൾ ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിനും ഇപ്പോൾ എല്ലാവരും ഇടപെടുന്നല്ല പറഞ്ഞത്, എല്ലാ കാര്യത്തിനും എപ്പോഴും വിളിച്ച് അന്വേഷിക്കുകയും നമ്മളെ കൂടെ നിൽക്കുകയും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ലൈഫിൽ തന്നെ ഒരു വലിയൊരു കാര്യമാണ്. കാരണം അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ നമ്മുടെ കൂടെ നിൽക്കുക, ഈ സിനിമയുടെ കൂടെ നിൽക്കുക. അപ്പോൾ 2 സിനിമയ്ക്ക് ഞങ്ങളുടെ കൂടെ. അപ്പം ഞങ്ങൾക്കത് ഒരു ടീമായിട്ട് നിന്നുകൊണ്ടാണ് ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയത്. അതുപോലെ എല്ലാവരും ഡയറക്ടർ, അതൊരു സബ്ജക്റ്റ്, അതുപോലെ പ്രൊഡ്യൂസർ മാത്രമല്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ്. അപ്പം ധൈര്യത്തിൽ നമ്മൾ ഏൽപ്പിച്ച ജോലി നമുക്ക് കൃത്യമായി ചെയ്യാൻ പറ്റിയെന്ന് പടം കണ്ട ആളുകൾ പറഞ്ഞപ്പോഴാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എല്ലാവരും മാക്സിമം നമുക്ക് ചെയ്യാവുന്ന എല്ലാ എഫേർട്ടിനും വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഒരു വിഷ്വലിന് നന്നായി എന്ന് പറയുന്നത് വിഷ്വലിന് ജീവൻ കൊടുത്ത് സാറാണ്. സാറിന്റെ മ്യൂസിക്കിലാണ് ചിത്രത്തിന് ശരിക്കും ജീവൻ വന്നതെന്ന് പറയാം. ആരും ഇൻഡിപെൻഡന്റ് കളിയല്ല, എല്ലാവരും കൂടി ഒരുമിച്ച് ഒരേ മനസ്സോട് വർക്ക് ചെയ്തപ്പോൾ നല്ലൊരു റിസൾട്ട് ഉണ്ടായി. അപ്പൊ ഏത് കാര്യത്തിലും ഒരേ മനസ്സോടെ കുറച്ച് ആൾക്കാർ കൂടി നിന്നാൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സിനിമ. തമിഴ്നാട്ടിൽ സ്വീകരിച്ചു, മലയാളത്തിൽ ഞങ്ങൾ മലയാളികളായതുകൊണ്ട് എന്താ ഇവിടെ റിലീസ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഞങ്ങൾ കോഴിക്കോട് ഒരുമിച്ച് പടം കണ്ട ആൾക്കാരൊക്കെ നല്ല അഭിപ്രായമാണ്. അപ്പൊ എന്തായാലും ഇതൊരു എടുത്ത് കൊണ്ടുവരണം, മുകളിലേക്ക് എല്ലാവർക്കും മുന്നിൽ ഒന്ന് പ്രദർശിപ്പിക്കണം. അത് തമിഴ് സിനിമയായിരുന്നു. എന്തോ നല്ല ഭാഗ്യമുള്ളതുകൊണ്ട് അതിങ്ങനെ പെട്ടിയിലായി പോയി. അതിന് ശേഷം 8 വർഷങ്ങൾക്ക് ഇപ്പുറമാണ്. അതിനുശേഷം ഞാൻ കുറച്ച് മലയാള സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ 8 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് പിന്നെ ഒരു തമിഴ് സിനിമ ചെയ്ത് അത് റിലീസാവുന്നത്. നല്ലൊരു സിനിമയാണ്. നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതിൻ്റെ ഡയറക്ടർ, പ്രൊഡ്യൂസർ എല്ലാവരോടും അതിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ വിഷ്വലൈസേഷൻ കൊണ്ടും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സോങ്സ് എല്ലാം കൊണ്ടും നല്ലൊരു സിനിമയാണ്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. எல்லாத்துக்கும் வணக்கம். மலையாளம் எனக்கு புரியும், ஆனால் மலையாளம் வந்து நான் பேசி உங்களை கஷ்டப்படுறதை விட தமிழ்லேயே பேசிடலாம்னு நினைக்கிறேன். என்னன்னா, இப்போ இங்கே வந்து எல்லாருமே வந்து டேரக்டர் இருக்கட்டும், ப்ரொடியூசர் இருக்கட்டும், ஹவுஸ் இருக்கட்டும், எல்லாருமே வந்து மதன் இவ்வளோ தூரம் வந்தது பெரிய விஷயம் அப்படின்னு நிறையா பாராட்டினாங்க. அப்படி பார்க்கலாம். என்னன்னா, ஒரு மலையாள டீம்லேருந்து ஒரு க்ரூலேருந்து வந்து ஒரு தமிழ் படம் அங்கே பண்ணியிருக்காங்கங்கிறது ரொம்ப பெரிய விஷயமா நான் பார்க்குறேன். ஏன்னா இவங்க வந்து ப்ரொமோஷனுக்கு எவ்வளோ மெனக்கட்டாங்க, தேட்டருக்கு கொண்டு போகிறதுக்கு எவ்வளோ சிரமப்பட்டாங்க, அதுக்கப்புறமா தேட்டரில் படம் வந்ததுக்கப்புறமா ப்ரொமோஷன் ஆக்டிவிட்டீஸாக ஒவ்வொரு நாளும் எவ்வளவு வேலை செஞ்சாங்கிறது எனக்கு தெரியும். ஸோ ஒரு ஆர்டிஸ்டாக ஒரு ப்ரொமோஷனுக்கு மலையாளத்தில் படம் ரிலீஸ் ஆகும் பொழுது கண்டிப்பாக நான் வரணும் அப்படின்னு நான் நினச்சேன். ஏன்னா வந்து இது ஒரு 2 hours உள்ள படம் தான். ரொம்ப எங்கேஜிங்காக உங்களை கண்டிப்பாக எக்ஸைட் பண்ணக்கூடிய படமாக இருக்கும். 2 hours எப்படி போணுச்சு அப்படின்னே தெரியாத அளவுக்கு ஒரு நல்ல படமாக இருக்கும். இன்னொரு திங், அமர் சார் வந்து அவர் ப்ரொஃபஷனலி இஸ் அ டாக்டர். ஒரு டாக்டராக இருந்துக்கிட்டு ஒரு சினிமா மேலே இருக்க பேஷனால் ஒரு பெரிய பணம் இன்வெஸ்ட் பண்ணி வர்றதுங்கிறது ரொம்ப பெரிய விஷயம். அப்படி ஒருத்தர் வந்திருக்கும் பொழுது கண்டிப்பாக நம்மெல்லாம் அவரை சப்போர்ட் பண்ணணும் அப்படிங்கிறது ஒரு ஆக்டராக எனக்கு. இன்னொன்று, அபிலாஷ் சார் வந்து எனக்கு இதுக்கு முன்னாடி இவங்க யாருமே அறிமுகம் கிடையாது. பிஆர் ஜான் அவர் வழியாக தான் சொல்லி நான் அந்த படத்துக்குள்ள நடிக்கிறதுக்கு வரேன். ஆனால் அந்த டீமாக க்ரூவாக வந்து அப்படி ஒரு லவ்வபிளான க்ரூ. அவங்க ஒரு ஷூட்டிங் பண்ணுற மாதிரியோ இல்லை ரொம்ப சிரமப்பட்ட ஒரு வேலை செய்கிற மாதிரி அப்படி இல்லவே இல்லை. ஒவ்வொரு நாளுமே ரொம்ப சந்தோஷமாக வேலை செய்கிற மாதிரி இருந்துச்சு. எல்லாருமே ஒரு மாதிரி ஒரு அண்ணதம்பி மாதிரி ஆகிட்டோம். இதெல்லாம் தான் முக்கியமான காரணம். இன்னைக்கு வந்து இங்கே இந்த ப்ரொமோஷன் ஆக்டிவிட்டியில் நம்மளும் கலந்துக்கணுங்கிறது. இதில் இன்னொரு அடிஷனலான இன்னொரு விஷயமும் உண்டு. என்னென்னா, ஒரு மலையாள இண்டஸ்ட்ரிக்குள்ளே நடிக்கணுங்கிற ஆசை எண்ணம் எனக்கும் உண்டு. அதுவும் ஒரு காரணம். இப்படி வர்றது மூலிமா, உங்கள் மீடியா பீப்புளை பார்க்கறது மூலிமா
இப்படி ஒரு தமிழ் நடிகன் இருக்கான் அப்படின்னு கண்டிப்பா கொண்டு போய் சேர்ப்பீங்கிற ஒரு எண்ணமும் எனக்கு வந்து. ஸோ அதையும் உங்ககிட்ட ரெக்வெஸ்ட் நான் கேட்டுக்கிறேன். அதே சமயத்தில் இந்த படம் பார்க்காதவங்க கண்டிப்பா தியேட்டர்ல போய் பாருங்க. நிச்சயமா உங்க எல்லாத்துக்கும் பிடிக்கும். പിടിച്ചെടുക്കും പക്ഷത്തിൽ എല്ലാത്തെയും ബാക്കി சொல்லுங்க. താങ്ക് യു. ഞാൻ വിചാരിക്കും അയ്യോ സിനിമ ഒന്നും ചെയ്യുന്നില്ലല്ലോ, സിനിമ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ ഫ്ലൈയിങ് ഒന്നുമില്ലല്ലോ. അങ്ങനെ രണ്ടും ഇങ്ങനെ ക്ലാഷ് ആവാറുണ്ട്. ബട്ട് സംഭവം എല്ലാം മാനേജ് ചെയ്ത് പോകാറുണ്ട്. രണ്ടും എനിക്ക് അങ്ങനെ വലിയൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഓൺലി പ്രൊഡ്യൂസറിനാണ് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഇവർക്ക് ഭയങ്കര പേടിയാ. ഞാൻ ടൈമിന് വരുമോ, ഞാൻ ഫുൾ ചാർട്ട് ചെയ്തിട്ടേക്കും. ഓക്കെ ഇത്ര മണിക്ക് ഈ ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യുന്നു, ഇത്ര മണിക്ക് ലൊക്കേഷനിൽ പോകുന്നു, ഇതൊക്കെ ചാർട്ട് ചെയ്തിട്ടായിരിക്കും വരിക. അതിന് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടാറുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ടെൻഷൻസ് ഒക്കെ ഞാൻ കൊടുക്കാറുള്ളൂ. പിന്നെ മാക്സിമം അതെ ചെറിയ ടെൻഷൻസ് മാക്സിമം ഞാൻ ഷൂട്ടുള്ള ടൈമിൽ ഫ്ലൈങ് ചെയ്യാറില്ല. അങ്ങനെയാണ് ഞാൻ മാനേജ് ചെയ്യാറ്. ഇപ്പം ഒരു ലീഡ് ക്യാരക്ടറാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അപ്പം ഇനിയുള്ള സിനിമകൾ വരുമ്പോഴും അതേപോലത്തെ കഥാപാത്രങ്ങൾ സ്വീകരിക്കാനാണ് ഇഷ്ടം, അതായത് ക്യാരക്ടർ റോൾസ് വന്നാലും ചെയ്യാൻ താല്പര്യമുണ്ടോ? എനിക്ക് നല്ല ക്യാരക്ടർ റോൾസ് ആണെങ്കിലും ഞാൻ ഓക്കെയാണ്. പക്ഷെ നമുക്ക് സ്ക്രീനിൽ നമുക്ക് തരുമ്പം നമുക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂവി കണ്ടിറങ്ങുമ്പം ആ ഒരാളുടെ മനസ്സിൽ തോന്നണം ഈ ക്യാരക്ടർ ചെയ്തത് ആ വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്നെ ലീഡിങ് റോൾ ആണെങ്കിലും അതും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് റോള് കിട്ടിയാൽ മതി. നായകനായിട്ടാണ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ആദ്യത്തെ ചിത്രം ഇറങ്ങാൻ പോകുന്നൊരു ആദ്യത്തെ ചിത്രം തന്നെയാണ്? എത്രത്തോളം ഹാർഡ് വർക്ക് ആണ്, എത്രത്തോളം എക്സ്പെക്ടേഷൻ ഉണ്ട്? അത് ഞാൻ ചെയ്തതിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. ഒരുപാട് ഫൈറ്റ് സീക്വൻസും അതുപോലെ തന്നെ റോപ്പ് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് എനിക്ക് അങ്ങനെ ഇഞ്ചുറീസ് ഒന്നും പറ്റിയില്ല. പിന്നെ അഞ്ചു ഇടയ്ക്ക് കാലൊക്കെ ഒന്ന് ഒടിഞ്ഞ് ഇങ്ങനെ റെസ്റ്റിലായിരുന്നു. അപ്പൊ ഭയങ്കര ചലഞ്ചിങ് ആയിരുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു സംഭവ ഷൂട്ടും കാര്യങ്ങളൊക്കെ. ഒരുപാട് എൻജോയ് ചെയ്തൊരു ഷൂട്ടായിരുന്നു. ഒരുപാട് തമിഴ് ചിത്രങ്ങൾ കാണുമ്പോൾ ഇപ്പൊ കുറച്ചുകൂടെ പണ്ടായിരുന്നു കുറച്ചുകൂടെ മാസ് മസാല അല്ലെങ്കിൽ അടിച്ച് പറപ്പിക്കുക അങ്ങനത്തെ ഒരു സീൻസ് തമിഴ്. ഇപ്പൊ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് റിയൽ ഇൻസിഡൻസ് ബേസ് ചെയ്തില്ലെങ്കിൽ കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോറീസ് ആണ്, വില്ലേജ് സ്റ്റോറീസ് അങ്ങനത്തെ കുറച്ചുകൂടെ വരുന്നുണ്ട്. ഇപ്പൊ മലയാളത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ കണ്ടന്റ് ഓറിയന്റഡ് അറൗണ്ട് അങ്ങനത്തെ സബ്ജക്റ്റുകളാണ്. ഏത് ഇൻഡസ്ട്രിയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കണ്ടന്റ് ഓറിയന്റഡ് ഫിലിം ചെയ്യുന്നതാണോ അതോ ഇങ്ങനത്തെ സ്റ്റോറീസ് ചെയ്യുന്നതാണോ? இல்ல மக்களுக்கு பிடிச்ச மாதிரி நீங்க மாஸ் மூவி பண்ணாலும் சரி, கண்டென்ட் ஓரியன்டட் பண்ணாலும் சரி, பார்க்குற ஆடியன்ஸை என்டர்டெயின் பண்ணீங்கன்னா, அவங்களை என்கேஜ் பண்ணீங்கன்னா, எந்த இண்டஸ்ட்ரியா இருந்தாலும் அது ஹெல்த்தியா தான் இருக்கு. இப்போ சமீபமா அது இன்னும் சொல்ல போனா ஆஃப்டர் இந்த ஓடிடி பிளாட்ஃபார்ம்ஸ் எல்லாம் வந்ததுக்கு அப்புறமா மக்கள் தியேட்டருக்கு வரது ஒரு பக்கம் குறைஞ்சிருச்சுங்கிற கம்ப்ளைண்ட் இருந்தாலும் கூட நல்ல படங்களை தொடர்ந்து அவங்க பார்த்துட்டு தான் இருக்காங்க. அது தமிழ், தெலுங்கு இதெல்லாம் தாண்டி நான் இன்டர்நேஷனல் ஸ்டாண்டர்ட்ஸ் சொல்றேன். நிறைய பேர் இப்போ கொரியன் மூவிஸ் பார்க்கறதா இருக்கட்டும், ஃப்ரெஞ்ச் மூவிஸ் பார்க்கறதா இருக்கட்டும், இங்கிலீஷ் மூவிஸ் பார்க்கறதா இருக்கட்டும், ஸோ நல்ல படங்கள் தொடர்ந்து உங்களுக்கு கிடைச்சிட்டு தான் இருக்கு. എല്ലാ ഇൻഡസ്ട്രിയുமே ആരോഗ്യமாக தான் ഇருக்கு. സാർ ഇപ്പോൾ ഇൻഡസ്ട്രി ഏറ്റവും ഫേസ് ചെയ്തത് റിവ്യൂസ് ആണ്. ഒരു ഫിലിം ഇറങ്ങി ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടാതെ അതിന് മുമ്പ് റിവ്യൂസ് വരുമ്പോഴേക്കും ഈവൻ ദോ നെഗറ്റീവ് ആണ് അതിന്റെ കളക്ഷനെ ബാധിക്കുന്നുണ്ട്. അപ്പം റിവ്യൂസിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ஒரு 1 வீக் அப்புறமா இருந்தா பெட்டர். அது மட்டும்தான். அது வர்ற காலையில ஒரு 11 மணிக்கு ஷோ ரிலீஸ் ஆகும்போது சாயந்தரமே ப்ரொடியூசர் வீட்டில் வந்து அழுகிற மாதிரி ஒரு ரிவ்யூஸ் கொடுக்கும்போது ரொம்ப கஷ்டமா இருக்குது. ஏன்னா அது பெருசா பாதிக்கிறது வந்து டைரக்டரை தாண்டி ஆக்டர்ஸை தாண்டி அந்த இன்வெஸ்ட் பண்ண ப்ரொடியூசரை தான் ரொம்ப பெருசா அது பாதிக்கும். ஸோ அட்லீஸ்ட் ஒரு 1 வீக் அப்புறமா பண்ணா இட் வில் பி பெட்டர். நீங்க எல்லாருமே தான் ரிவ்யூஸா நீங்க எல்லாருமே தான். ஏன்னா இப்போ பெரிய பெரிய ரிவ்யூஸ் நம்ம நேரா போய் பார்த்து இப்போ எங்க ஊர்லாம் ப்ளூ சட்டை மாறன்னு ஒருத்தர் இருக்காரு. இன்னைக்கு காலையில படம் வந்துச்சுன்னா அடுத்த நாள் காலையிலேயே வந்து அது என்ன ஆகுதுங்கிறத அவர் கையில இருக்குங்கிற அளவுக்கு இருக்கு. ஸோ அப்படி இங்க யாருன்னு எனக்கு தெரியல. ஆனா அவங்க எல்லாத்தையுமே ரெக்வெஸ்டாக வச்சுக்கிறேன். தயவு செஞ்சு ஒரு 1 வீக் அப்புறமா ரிவ்யூ பண்ணீங்கன்னா வில் பி பெட்டர். தேங்க்யூ. പ്രസന്നേട്ടാ, അതെ നമ്മളിപ്പം ഈ മലൈക്കോട്ട വാലിബന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ വിമർശകർ എടുത്തു പറയുന്ന ഒരു വിമർശകർ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചല ദൃശ്യങ്ങളിൽ കാണിക്കുന്ന ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. പലതിലും ക്യാമറയ്ക്ക് മൂവ്മെന്റ് ഇല്ല എന്നുള്ള ഒരു പരാതി റിവ്യൂസിന്റെ ഇടയ്ക്ക് നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാൻ ജീവിച്ച ഫോട്ടോ പറയാം. എനിക്ക് ഈ പടം എങ്ങനെയെങ്കിലും 4 പേര് കണ്ടിട്ട് എന്തെങ്കിലും ആവണമെന്നുണ്ട്. വേറെ ഒരു പടത്തെ പറ്റി നമ്മളൊന്നും പറയാം. ബേസിക്കലി പറയുന്നത് എല്ലാ പടവും നല്ലതെന്ന് സിനിമയിൽ വർക്ക് ചെയ്യുന്നവർ പറയുള്ളൂ.
ഏത് പടം ഒരു പൊട്ടപ്പടം എന്ന് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളും പറയില്ല. അത് കണ്ടിട്ട് പൊക്കോ എന്നേ പറയുള്ളൂ. അല്ലാത്തൊരു പലതും പറയും. അത് ഓരോ ടേസ്റ്റാണ്. ഞാൻ ഒരിക്കലും ഒരു സിനിമയെ തട്ടി പറയാനോ ഒന്നിനുമല്ല. നമ്മളെ സിനിമ എല്ലാവരും കാണാൻ അത്രേ ഉള്ളൂ. എനിക്ക് ഞാൻ 1 രൂപ കളക്ട് ചെയ്യുന്നതിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ലല്ലേ. ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ?